വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സിറോ മലബാർ സഭയിലെ സീനിയർ വൈദികനും പ്രമുഖ ഗ്രന്ഥകാരനും വാഗ്മിയുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ക്രൈസ്തവ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എപ്പിസോഡുകളിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മോശയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന് തുടർച്ചയായിട്ട് പഴയ നിയമത്തിൽ ഇത്തവണ നമുക്ക് പറയാനായിട്ടുള്ളത് സാമുവലിനെ കുറിച്ചാണ്. സാമുവലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഴയ നിയമത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്കായി വിശദീകരിക്കാം. നമ്മൾ പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ നെടുന്തൂണുകളായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന പുരോഹിതർ, പ്രവാചകർ, ന്യായാധിപന്മാർ, അവരിലൂടെയുള്ള ഈ ജൈത്ര യാത്ര നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയുടെ ഓരോ ഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യകാലം മുതൽ ആദത്തിൻ്റെ കാലം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയുടെ ചില സീനുകൾ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ സാർവത്രിക മതബോധനം സാമുവേലിലേക്ക് എത്തുമ്പോൾ, മോശയ്ക്ക് ശേഷം സാമുവേലിനെ നമ്മൾ കാണുന്നത് ഏലിയുടെ ശിഷ്യനായിട്ട് പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സീനിലാണ്. അത് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വിവരണം അതിനെക്കുറിച്ച് ബൈബിൾ ഗ്രന്ഥകാരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഏലിക്ക് പ്രായമായി, ഏലിക്ക് ഇനി ആ ശുശ്രൂഷ തുടരാനായിട്ടുള്ള ശക്തിയില്ല, മാത്രമല്ല ഏലിയയുടെ കണ്ണുകൾ മങ്ങിപ്പോയിരുന്നു എന്നാണ് പറയുന്നത്. കാഴ്ച മങ്ങിപ്പോയിരുന്നു. ഏലി അവൻ്റെ സ്വന്തം മുറിയിൽ കിടക്കുമായിരുന്നു. എന്നാൽ സാമുവേൽ, ബാലനായ സാമുവേൽ ഈ ദീപത്തിൻ്റെ അടുത്ത്, ദീപം അണഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ അടുത്ത് കിടന്നിരുന്നത് ഈ കൊച്ചായിരുന്നു സാമുവേൽ. അപ്പോഴാണ് ഈ സാമുവേൽ വിളി കേൾക്കുന്നത്. യഹോവയാണെന്ന് അവൻ അറിയുന്നില്ല. സാമുവേൽ സാമുവേൽ എന്നുള്ള വിളി അവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് വിചാരിച്ചത് നമ്മുടെ ഏലി ആയിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ സാമുവേൽ സാമുവേൽ എന്ന് വിളി കേട്ടിട്ട് അവൻ ഉടനെ ഏലിയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാണ്. അപ്പോൾ പറയും, ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഈ സാമുവേലിനെ ഈ വിളി കേട്ടപ്പോൾ ആ ഗുരുവിൻ്റെ അടുത്തേക്ക് ഉറക്കത്തിൻ്റെ സമയത്ത് പോലും ഓടിച്ചെല്ലാനായിട്ടുള്ള ഒരു തൃഷ്ണയുണ്ട്. അപ്പോൾ അവൻ ഒരു വളരെ നല്ല ഒരു ബാലനായിട്ട് തന്നെ ഫോം ചെയ്യപ്പെട്ട് വന്ന ഒരു ചെറുക്കനായിരിക്കണം. അല്ലെങ്കിൽ ഉറക്കമാണ്, ഇപ്പോൾ എന്താണ് ഗുരു വല്ല വെച്ചും പോയും പറയുമായിരിക്കും വിചാരിച്ചിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ വീണ്ടും ആവർത്തിക്കുന്നു, 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും ആവർത്തിക്കുമ്പോഴും എപ്പോഴും ഈ ബാലനായ സാമുവേൽ ഏലിയുടെ അടുത്തേക്ക് തന്നെയാണ് എത്തുന്നത്. ഏലിയാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ച്. പക്ഷെ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏലി പറഞ്ഞായിരുന്നു, ഇനി നീ വിളിച്ചാൽ നീ പറയണം, ആൻസർ ചെയ്യണം, കർത്താവേ ഞാനിതാ കേൾക്കുന്നു, യഹോവയാണ് നിന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് അതുപോലെ അവൻ അനുസരിക്കുകയാണ്. അപ്പോൾ ശരിക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് അതിനനുസൃതമായ ഒരു ഡിസ്പൊസിഷൻ എന്ന് പറയും, മാനസികമായ ഒരു അവസ്ഥ ഉണ്ടാകണം. പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു ഹൃദയത്തിലേക്ക് പ്രാർത്ഥന പെട്ടെന്ന് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു കോച്ചിങ് പരിശീലനം വലിയൊരു അഭ്യാസമാണത്. എന്നുവെച്ചാൽ ഒരു മാർഷ്യൽ കല അഭ്യസിക്കുന്നത് പോലെയല്ല ഒരു പ്രാർത്ഥന അഭ്യസിക്കുക. കാരണം അത് മനുഷ്യൻ്റെ മാത്രം ഒരു പ്രവൃത്തിയല്ല, ദൈവവും മനുഷ്യനും ഉൾച്ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ ഓരോ വ്യക്തിയും തയ്യാറാകുക. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ കാണുന്നത് സാർവത്രിക മതബോധനം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുപോലെ കമൻട്രീസിലൊക്കെ പറയുന്നുണ്ട്, സാമുവേലിൻ്റെ അമ്മ തന്നെ അങ്ങനെയുള്ളൊരു മനോമണ്ഡലത്തിലേക്ക് അവനെ ഒരുക്കിയിരുന്നു, ഒരു ആത്മീയ മണ്ഡലത്തിൽ. ഇനീഷ്യൽ ട്രെയിനിങ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ശരിയാണ്. നമ്മുടെ പ്രാർത്ഥന ജീവിതം വളരണമെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ വീട്ടിലാണ് പ്രാർത്ഥന പരിശീലിക്കപ്പെടേണ്ടത്. നമ്മളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആർക്കും ദൈവത്തിൽ വിശ്വാസം വന്നത്
കാറ്റീസം ക്ലാസ് കൂടിയിട്ടൊന്നുമല്ല. ആ കുടുംബ സാഹചര്യത്തിൽ നിന്ന് വരുന്നത്. അത് പിന്നീട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിനെ ഒരു ദൈവശാസ്ത്രപരമായിട്ട് ബൗദ്ധികമായിട്ടുള്ള ഒരു അടിത്തറ കിട്ടാനേ വാസ്തവത്തിൽ നമ്മുടെ കാറ്റീസം ക്ലാസ്സുകളോ ബാക്കി പള്ളിയിലെ പ്രസംഗങ്ങളൊക്കെ സഹായിക്കുള്ളൂ. ചെറുപ്പത്തിലെ ഒരു കുഞ്ഞ് ഉണ്ടായി വരുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞാൽ മതി, ആ അവസരത്തിൽ തന്നെ അവരെ അമ്മയോട് ഒട്ടിച്ചേർന്ന് ആ കുഞ്ഞ് കെടുക്കുന്ന അവസരത്തിൽ ആ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈവൻ മുലയൂട്ടുന്ന ഒരു സ്ത്രീ പോലും ആ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടുകൂടെ പരിപാലിച്ച് അതിനോടൊപ്പം തന്നെ ഒരു ആത്മീയമായ മന്ത്രണം കൂടി ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ആ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും അങ്ങോട്ട് കൈമാറുകയാണ്. അപ്പോൾ വീട്ടുകളിൽ പിന്നെ അപ്പച്ചൻ പള്ളി കൊണ്ട് ചെല്ലുമ്പോൾ മോനെ തമ്പാച്ചനെ നോക്ക് എന്ന് പറഞ്ഞ് കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് കുരിശ് വരച്ചു കൊടുത്ത് അങ്ങനെ സ്വർണ്ണോസിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ വലിയ 2 വയസ്സ് 3 വയസ്സ് കുറേശ്ശെ നടത്താനൊക്കെ തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ മൂത്ത വേറെ ബ്രദേഴ്സ് പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊച്ചിനിങ്ങനെ പിടിച്ച് എല്ലാവരുടെ കൈ ഇങ്ങനെ പിടിച്ച് തമ്പാച്ചൻ്റെ മുന്നിൽ സ്തുതി വെല്ലിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു അനുഷ്ഠാന പ്രക്രിയയിലൂടെ അവരെല്ലാം അത് ഭവ്യമായിട്ട് ചെയ്യുന്നതും കാണുന്നു. അവനേക്കാൾ മൂത്ത ജ്യേഷ്ഠനും പെങ്ങളും ഒക്കെ ഇത് ചെയ്യുന്നത് കാണുകയാണ്. അപ്പച്ചൻ്റെ ആദ്യം യേശുവിൻ്റെ മുന്നിൽ പോയിട്ട് വീട്ടിലെ അൾത്താരയുടെ മുന്നിൽ പോയിട്ട് സ്തുതി കൊടുത്തു. പിന്നെ അപ്പച്ചനെ സ്തുതി ചൊല്ലുന്നു, അമ്മ അപ്പച്ചൻ്റെ അടുത്ത് സ്തുതി ചൊല്ലുന്നു, പിന്നെ അമ്മയുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് മക്കൾ സ്തുതിയൽ. അപ്പോൾ ഇതെല്ലാം കൊച്ചു കാണുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദൈവത്തെ സ്തുതി ചൊല്ലിയിട്ട് പിന്നെ മാതാപിതാക്കളെയും സ്തുതി ചൊല്ലുന്നു. ഇതെല്ലാം മനഃശാസ്ത്രപരമായിട്ട് സിംബോളിക്കായിട്ട് ഒരേ ലൈനിലാണ് പോകുന്നത്. അവിടെ ഒരു പ്രാർത്ഥനയുടെ രൂപം കൊള്ളലുണ്ട്. അവിടെ അതൊരു അനുഭവമായിട്ട് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കയറുകയാണ്. ഒരു പക്ഷേ അത് വളരെ പ്രാധാന്യമാണ്. നമ്മുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരാളെയും പിന്നീട് നമുക്ക് പ്രാർത്ഥന പഠിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അത് നടക്കൂല. നമ്മൾ കുറേ പണിയെടുക്കുകയും ജോലിക്ക് പോയും തിരക്കും കൂട്ടി സന്ധ്യാപ്രാർത്ഥനയില്ല അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ പ്രാർത്ഥിക്കുന്ന ചാച്ചനെ അമ്മച്ചിയെയോ സഹോദരന്മാരെയോ അമ്മാമ്മയോ അപ്പാപ്പനെയോ ഒന്നും കാണുന്നില്ല. മാത്രമല്ല അവനും ആ അനുഭവത്തിൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ കുട്ടി അവിടെ ഉറങ്ങിപ്പോയാലും സാരമില്ല. അത് കഴിഞ്ഞ് അതിനുശേഷം അപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യൻസിലേക്ക് ഉപബോധ മനസ്സിലേക്ക് ഈ ഈരടികൾ ഒരു മന്ത്രം പോലെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ആ ടൈം അത് പ്രാർത്ഥിക്കാനുള്ളതാണെന്നുള്ള സന്ധ്യാസമയമായാൽ പ്രാർത്ഥിക്കണം, വിളക്ക് കത്തിക്കണം, തിരി വയ്ക്കണം, പൂവ് വയ്ക്കണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് വളരെ ഞാൻ ഏലിയയുടെ കൂടെ ശിഷ്യപ്പെട്ട സാമുവേലിനെ ഉള്ള കാര്യത്തെക്കുറിച്ച് വരുമ്പോൾ പ്രേക്ഷകരോട് പറയുന്ന പ്രാർത്ഥനയുടെ ഈ ഒരു ഭാവമാണ്. മാത്രമല്ല ആ കുഞ്ഞ് അവിടെ പിന്നീട് ദൈവത്തിൻ്റെ ഈ അരുളപ്പാടിൽ വാസ്തവത്തിൽ സാമുവേൽ കേൾക്കുന്നത് തൻ്റെ തന്നെ ഗുരുവിന് എതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം ഏലി ശരിക്കും ജീവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മക്കൾക്ക് കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ ദൂർത്തടിക്കാൻ വിട്ടു. അപ്പോൾ ദൈവം കോപിച്ചു. അതുകൊണ്ട് പിന്നെ ഏലിയുടെയൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കുറഞ്ഞു പോയി. അങ്ങനെ ഒരു പുതിയ പുരോഹിതനെ ഒരു പ്രവാചകനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ദൈവം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ സാമുവേലിൻ്റെ ഈ ഏലിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കൊച്ചിനെ പണ്ടേ ഒരു പരിശീലനം കിട്ടിയിരുന്നു. മാത്രമല്ല ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് വളരെ വിവേകപൂർവ്വമാണ് അദ്ദേഹം ആ സാമുവേലിനെ നയിച്ചതും. ഏലി അല്പം വഴിതെറ്റി പോയിട്ടുണ്ടായിരുന്നെങ്കിലും തൻ്റെ പിൻഗാമിയായി വരാൻ പോകുന്ന സാമുവേലിനെ വളരെ ശ്രദ്ധാപൂർവം ഓരോ പ്രാവശ്യം വന്നപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി 2ാം പ്രാവശ്യം വന്നപ്പോൾ ഏലി അവനെ ചീത്ത പറയണമൊന്നുമില്ല. 2ാം പ്രാവശ്യം നീ എന്നെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയണു മകനെ എന്ന് പറഞ്ഞ് വളരെ ഒരു ലവിങ് റിലേഷൻഷിപ്പിലാണ്. 3ാമതായപ്പോഴേക്കും ഏലിക്ക് മനസ്സിലായി ഇത് ഞാനല്ല, അപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ട് ബാറ്റ് കൈമാറുക എന്നൊക്കെയുള്ള പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവനും ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ആവശ്യമുണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യ വ്യക്തി വരാൻ എന്നാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സാമുവേലിന് ശേഷം പിന്നെ ബൈബിളിൽ വരുന്നത് ദാവീദ് രാജാവിനെ കുറിച്ചിട്ടുള്ളതാണ്. ദാവീദ് 30ാമത്തെ വയസ്സിൽ രാജാവായി 40 വർഷം ഭരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ദാവീദിൻ്റെ പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സഭയുടെ നിരവധിയായിട്ടുള്ള പ്രാർത്ഥന യേശു കോട്ട് ചെയ്തിട്ടുള്ള കുറേ
പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമുക്ക് തീരില്ല. പക്ഷെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പറയാം. കാരണം സങ്കീർത്തനങ്ങളെക്കുറിച്ച് തന്നെ വളരെ വിപുലമായ ഒരു രീതിയിൽ നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കേണ്ടതായിട്ട് വരും. കാരണം സങ്കീർത്തനങ്ങൾ ഇന്ന് സഭയുടെ ആരാധനാക്രമത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഏലി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാമുവേൽ, അവിടെ നിന്നുള്ള ലിങ്കിലേക്ക് അടുത്തതായിട്ട് സാർവത്രിക മതബോധനം ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നതാണ് ദാവീദ്. ഇപ്പം ദാവീദിൻ്റെ കാലഘട്ടത്തിൽ 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ അധ്യായം 7 അന്ന് പ്രവാചക ജോലി ചെയ്തിരുന്നത് നാഥാൻ പ്രവാചകനാണ്. അപ്പോൾ നാഥാൻ പ്രവാചകനോട് യഹോവ പറയുന്നതായിട്ട്, അപ്പോൾ പ്രവാചകനാണ് ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് സന്ദേശങ്ങൾ. അപ്പോൾ അന്ന് രാജാവുണ്ട്, പ്രവാചകനുണ്ട്. അപ്പോൾ എന്നും ഇസ്രായേൽ ജനത്തെ നയിക്കാൻ രാജാവ് രാജഭരണമായ ലൗകികമായ കാര്യങ്ങളിൽ പോകുമ്പോൾ അതിൽ വഴിതെറ്റാതിരിക്കാൻ ഒരു ആത്മീയമായ ശുശ്രൂഷയാണ് വാസ്തവത്തിൽ അന്ന് പ്രവാചകന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളത് എന്നൊന്നും മനസ്സിലാക്കുന്നതാണ്. രാജഭരണം നന്നായി നടക്കണമെങ്കിൽ ഒരു ആത്മീയ ഒരു പ്രതിവചനത്തിൻ്റെ ആവശ്യം. അദ്ദേഹം യഹോവയിൽ നിന്ന് അങ്ങ് മറ്റൊരു ലോകത്തിൽ നിന്ന് അരുളപ്പാടുകൾ കൊണ്ടുവന്ന് ഇയാളെ തിരുത്താനും നയിക്കാനും എന്നും ഒരു സംവിധാനം ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വേണം. കാരണം ഒരു രാഷ്ട്രം നയിക്കപ്പെടണമെങ്കിൽ ഒരു ആത്മീയമായ വലിയൊരു കരുത്ത്, ഒരു സംസ്കാരം അതിൻ്റെ പുറകിൽ ഉണ്ടാകണം. അതാണ് നമ്മളവിടെ കാണുന്നത്. വാസ്തവത്തിൽ നാഥാൻ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചെയ്തു. പക്ഷേ അത് അങ്ങനെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അതായത് നാഥാൻ പ്രവാചകൻ മനസ്സിലാക്കുകയാണ് ദാവീദ് രാജാവ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അദ്ദേഹത്തിന് ഒരു ദൈവികമായ ഒരു ഉണർവ് കുറച്ചുകൂടി കിട്ടേണ്ടതുണ്ട്. അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണ്. പക്ഷേ കാലത്തിൻ്റെ ആ നീക്കത്തിൽ അവൻ കൈകാര്യം ചെയ്യുന്ന ലൗകികമായ രാജകീയമായ ഒരു ചുറ്റുപാടിൽ അവൻ ഒരുപക്ഷെ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് മറന്നു പോകും. അതുകൊണ്ട് യഹോവ ഈ നമ്മുടെ നാഥാൻ പ്രവാചകനോട് പറയാണ്, എനിക്ക് വസിക്കാൻ ഒരിടം ഇല്ല. ഞാൻ അന്ന് പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ, മോശയുടെ അന്ന് മുതൽ ഞാനൊരു ചെറിയൊരു കൂടാരത്തിൽ വസിക്കുകയാണ്. ഇവൻ വലിയ രാജകൊട്ടാരവും വലിയ പ്രൗഢിയൊക്കെ നാട്ടിലുണ്ടായി. അതിനനുസരിച്ചുള്ളൊരു പ്രാധാന്യം ഈശ്വരനെ നീ കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് കുറവ് ദാവീദിന് ഉണ്ട് എന്ന് നമ്മുടെ നാഥാൻ പ്രവാചകൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതാണ് നാഥാൻ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ വന്നു അവനോട് ആദ്യം നാഥാൻ പ്രവാചകന് ഈ അരുളപ്പാടുണ്ടാവുന്നതായിട്ടും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഈ ദാവീദിനോട് ഇത് വന്ന് പറയുകയാണ്, ഇങ്ങനെ ചെയ്യണം. 17-ാം വാക്യം, ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വളരെ വിനീതനായിട്ടാണ് ദാവീദ് അതിനോട് പ്രതികരിക്കുന്നത്. ചോദിക്കുകയാണ് 18-ാം വാക്യത്തിൽ, ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? കാരണം നാഥാൻ വന്ന് പറഞ്ഞ കാര്യത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ്. 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും, അവർ നീയും സുരക്ഷിതമായ സ്വന്തം സ്ഥലത്ത് പ്രവർത്തിക്കും, ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്ന കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല, ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകുന്നത്. അപ്പോൾ ഇവൻ വിനീതനാവുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ദാവീദിൽ നിന്ന് പഠിക്കേണ്ട പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവം ഈ വിനീതമായ ഭാവമാണ്. വലിയ ഒരു മഹാനായ രാജാവായി അവനെ അവിടെ ഇസ്രായേലിനെ അവൻ്റെ കീഴിൽ വളർത്തുമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെല്ലാം കേട്ടിട്ട് ദാവീദ് അഹങ്കരിക്കുകയല്ല ചെയ്യുന്നത്. ദാവീദ് പറയുവാണ്, അങ്ങ് എന്നെ എത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബം എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നതല്ലോ. ഇതിലധികമായി അടിയനെ എന്താണ് അങ്ങയോട് പറയാനുണ്ടാകും? അപ്പോൾ ദാവീദ് കാണിക്കുന്നത് വാസ്തവത്തിൽ ഈ വലിയ വിനീതമാണ്. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ പ്രാർത്ഥനാ നിമിഷങ്ങൾ, പ്രാർത്ഥന ഒരു ഗിഫ്റ്റാണ്. നമുക്ക് വിചാരിച്ചാലൊന്നും പ്രാർത്ഥനയിൽ വളരാൻ പറ്റൂല. പ്രാർത്ഥനയിൽ വളരുമ്പോഴാണ് ഈ വിനയഭാവം വരുന്നത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കർമ്മമാണിത്. വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ വളരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക.
അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിൻ്റെ കൃപ നമ്മളിലേക്ക് വരും. അങ്ങനെ ആ കൃപ വരുംതോറും സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആഗ്രഹം കുറേ കൂടി മഹത്തരമായിട്ട് മാറും. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നൊക്കെ മാറി കുറേ കൂടി ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിരന്തരമായ പ്രസാദപര സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ അവനിലൂടെ മറ്റു മനുഷ്യരെ ദൈവം നയിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർത്തു വരുമ്പോൾ അവൻ്റെ ലഭിക്കുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തിയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു രീതിയിലേക്ക് അവൻ്റെ വ്യക്തിത്വം മാറി തുടങ്ങും. അതാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എനിക്കാണ് കുർബാനയിലൊക്കെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ്. അത് പ്രാർത്ഥനയുടെ ഒരു ക്ലൈമാക്സിലേക്ക് ഏറ്റവും ആദ്യത്തെ തന്നെ നമ്മൾ ഈ സങ്കീർത്തനം കഴിഞ്ഞു വരുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രയർ. അപ്പോൾ അതാണ് ഈ ദാവീദിന്റെ വാസ്തവത്തിൽ സാറ് ഉന്നയിച്ചത് വളരെ നല്ലത്. ദാവീദ് അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് എത്തുകയും എന്നിട്ട് ദാവീദ് പിന്നെ ഉടനെ ചെയ്യുകയാണ്, അവരുടെ ആളുകളെയൊക്കെ വിളിച്ച് പറയുവാണ് വേഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഈ ദാവീദിന്റെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ചിന്തയിൽ ഒതുങ്ങിക്കാം. അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞാൽ ദാവീദ് പാട്ട് പാടി ഡാൻസ് പാടി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കാണുന്നത്. എല്ലാം മറന്നിട്ടാണ് പുള്ളി ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കൊരു പക്ഷേ സങ്കീർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാം. ഇനി ദാവീദ് കഴിഞ്ഞാൽ പിന്നെ ഈ മതബോധ ഗ്രന്ഥത്തിൽ പറയുന്നത് മകനായ സോളമനെ കുറിച്ചാണ്. ദേവാലയം പണി പൂർത്തീകരിക്കുന്നതൊക്കെ സോളമനാണല്ലോ. ആ സോളമനും ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥന എപ്പോഴും ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ സ്വയം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. പ്രാർത്ഥന എപ്പോഴും തീർച്ചയായിട്ടും അവനെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മോശമാണ്. നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ പണ്ടെന്നോ ഇവിടുത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ മങ്കുഴിക്കിരി അച്ഛൻ, മങ്കുഴിക്കിരി പിതാവുണ്ടായിരുന്നു, ആളുടെ ഒരു ജ്യേഷ്ഠൻ അച്ഛൻ വടവാതൂര് സെമിനാരിൽ 40 കൊല്ലത്തോളം ആത്മീയ പിതാവായിരുന്നു. അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ ആത്മ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവമേ എൻ്റെ എല്ലാം ഞാൻ അറിയാതെ എനിക്ക് നൽകിക്കൊണ്ടിരുന്ന ദൈവമേ, ആ സത്യം ഞാൻ മറന്നിട്ട് എൻ്റെ പ്രാർത്ഥനയുടെ 90% സ്വന്തം കാര്യങ്ങൾ ഓരോ അപേക്ഷകൾ നടത്തി ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അദ്ദേഹം ലഭിക്കുന്നുണ്ട്. അതൊരു പ്രാർത്ഥനയായിരുന്നു, അത് വലിയൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ ശരിക്കുള്ള മനസ്സിലാക്കലാണ്. അപ്പോൾ ഇവിടെ ഈ സോളമൻ്റെ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദാവീദിനോട് ദേവാലയം പണിയാനൊക്കെ പറഞ്ഞു, പക്ഷേ അവനത് പൂർത്തിയാക്കാനോ ഇതിലേക്ക് എത്താനോ സാധിച്ചില്ല. അവനതിനുള്ള ഒരുക്കപ്പാടുകളൊക്കെ നടത്തിയെങ്കിലും അവൻ്റെ മകനായ സോളമനാണ് ഇത് നടത്തിയത്. സോളമൻ അത് നടത്തിയതിന് ശേഷം നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്ര നേതാക്കളെയും കുടുംബത്തലവന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മനോഹരമായിട്ട് വാഗ്ദാന പേടകം അവിടെ നിന്ന് കൊണ്ടുവരും എന്ന് പറയുന്നു. സോളമൻ രാജാവിൻ്റെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും, എന്നിട്ട് സോളമൻ രാജാവും ജനങ്ങളും ഈ പുതുതായിട്ട് പണിത് കഴിപ്പിച്ച ആ ദേവാലയത്തിൻ്റെ അവിടെ നിന്നു. എന്നിട്ട് അവർ വലിയ ഒരു ബലി അർപ്പിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്, വലിയൊരു ബലിയർപ്പണം. ആ ബലിയർപ്പണത്തിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ സോളമൻ്റെ ആ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ രാജാവ് ഈ വാഗ്ദാന പേടകം കൊണ്ടുവന്ന് ദേവാലയത്തിൽ സ്ഥാപിച്ചതിന് ശേഷം നടത്തുന്ന വലിയ ബലികളും, അങ്ങനെ ബലി കുറച്ചുകൂടി ശക്തിപ്പെടുകയാണ്. വാസ്തവത്തിൽ ബലികൾ, അനുഷ്ഠാനങ്ങൾ അങ്ങനെ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ പറയുകയാണ്, എന്നിട്ട് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാത്ത വിധം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു, എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് ഞാൻ വസിക്കുകയെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അവിടത്തേക്ക് എന്നും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു നിന്ന ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ രാജാവാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്, ദൈവത്താൽ അഭിഷിക്തനായവനാണ്. എന്നാൽ സോളമൻ രാജാവ് ആ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ബലിയർപ്പണം പുരോഹിതനായ ഇവരെല്ലാം നടത്തി കഴിഞ്ഞിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, എൻ്റെ പിതാവായ ദാവീദ് നൽകിയ വാഗ്ദത്തം തരങ്ങളാൽ ഇത് അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന പ്രാർത്ഥനയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ മഹത്വത്തിലേക്ക് വന്നു. യാചനയില്ല, സ്തുതിയും മഹത്വമാണ്. അത് ശരിക്ക് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവമാണ്. വളരെ വിനീതനായിട്ട് ദാവീദ് ഇങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ്
സോളമനെ സ്തുതി വരാതിരിക്കില്ല. അതുപോലെ ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ സ്തുതിപ്പ് വരുന്നത്. അതെ, അദ്ദേഹത്തിന് ഈ ദേവാലയം, ഇത്രയും വലിയ മനോഹരമായ ദേവാലയം പണി കഴിപ്പിക്കാൻ സാധിച്ചു. അതിന് ശേഷം ഉണ്ടാകുന്ന മനസ്സിലെ ആനന്ദമാണ് വാസ്തവത്തിൽ അദ്ദേഹം സോളമൻ ഈ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഇതിലൂടെ സോളമൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഈ ഒരു ഡയമെൻഷനാണ്. അതായത് സ്തുതിയുടെയും മഹത്വത്തിൻ്റെയും നമ്മുടെ യാചനകളൊക്കെ അവസാനിച്ച് ഇങ്ങനെ ആ ഒരു മഹത്വത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ആ സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഒരു റെഫറൻസ് വരുന്നത് ഏലിയ പ്രവാചകൻ്റെയാണ്. അതിപ്പോൾ നമ്മൾ കാർമൽ മലയുടെ മുകളിൽ അഗ്നി ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ റൂഹാക്ഷണ പ്രാർത്ഥന ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, ഏലിയായുടെ കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രമാണ്. ആ ഭാഗങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 17-18 നമ്മൾ വായിക്കാം. അതിനു മുമ്പ് ആഹാബാണ് അന്ന് യൂദ രാജാവായിട്ട് അവിടെ ആസ ഉണ്ടായിരുന്നപ്പോൾ, ഇവിടെ സമരിയായിലെ വാസ്തവത്തിൽ അന്ന് രാജാവായിരുന്നത് നമ്മുടെ ഈ ആഹാബാണ്. ഈ ആഹാബ് ഒരുപാട് വൃത്തികേട് കാണിച്ചു. അവൻ്റെ പൂർവ്വപിതാക്കന്മാർ കാണിച്ചതിനേക്കാൾ മോശമായ പ്രവൃത്തികൾ അവൻ ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ജസബെല്ല എന്ന് പറയുന്ന ഒരു പാർട്ടീനെ വിവാഹം കഴിച്ച് അന്യജാതിക്കാരായിട്ട്, എന്നിട്ട് പിന്നെ അവൾ കുറേ പുരോഹിതരെ കശാപ്പ് ചെയ്തു. പിന്നെ ബാലിനെ, അന്യദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ വലിയ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളവിടെ പറയുന്നത് ഈ ജനം തെറ്റ് ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ വരൾച്ചയുണ്ടാക്കി. പിന്നെ കുറേ നാളം കഴിഞ്ഞ് ആ വരൾച്ച മാറ്റുന്നു. ആ വരൾച്ച വന്നു കഴിഞ്ഞപ്പോൾ ഏലിയനെ അവിടുന്ന് ഒരു അരുവിയുടെ അടുത്തേക്ക് വിടുന്നു. ഞാൻ ആ കഥയൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ സാർവത്രിക മതബോധനം അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ പിന്നീട് ഈ വരൾച്ചയും കഴിഞ്ഞ് മഴ പെയ്യിച്ചതിന് ശേഷം ഒരു വലിയ ബലി അവിടെ നടക്കുകയാണ്. അപ്പോൾ ആഹാബിനോട് ഏലി പറയുന്നുണ്ട്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല അവിടെ മഴ പെയ്യാത്തതൊക്കെ, നിൻ്റെ തെറ്റുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം ഒരു ബലി അർപ്പിക്കുമ്പോൾ അവിടെയാണ് ഈ കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി നേരത്തെ സാറ് പറഞ്ഞ ആ ബലി അർപ്പണം നടക്കുന്നത്. അപ്പോൾ അതിലെ ആളുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടാണ്. ആ പ്രാർത്ഥനയാണ് നേരത്തെ സാറ് പറഞ്ഞ് റൂഹ ക്ഷണത്തിൻ്റെ സമയത്ത്. അതായത് ആ പ്രാർത്ഥന എങ്ങനെയാണ്, എനിക്ക് മറുപടി നൽകണമേ, ഓ കർത്താവേ എനിക്ക് മറുപടി നൽകണമേ. അത് ഈ മലങ്കര കുർബാനയിൽ വളരെ മനോഹരമായിട്ട് ഞാൻ കർത്താവേ എന്നോട് അരുളി ചെയ്യണമേ എന്നിട്ട് വളരെ അത് നമ്മൾ ചെല്ലുമ്പോഴേ ഭയങ്കര ഒരു വിനീതഭാവത്തോടു കൂടെ യാചനയാണ്. പക്ഷേ ആ വലിയൊരു ഭാവം അതിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോട് ഏലിയുടെ ഒരു ഇതിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ പാപത്തിൻ്റെ ഫലമായിട്ട് അനുഭവിച്ച ഒരു വരൾച്ചയ്ക്ക് ശേഷം ദൈവം പിന്നീട് കനിഞ്ഞ് മഴ പെയ്യിച്ച് അതിവിടെയും നന്ദിയുടെ ഒരു ഇതുണ്ട്. അതേസമയം ഏലിക്ക് വലിയ പ്രശ്നമാണ്. കാരണം തെളിയിക്കണവൻ ആരുടെ മുന്നിൽ, ഈ ബാലല്ല യഥാർത്ഥ ദൈവം എന്ന് അഹാബിൻ്റെ മുന്നിൽ തെളിയിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ ചതിക്കല്ലേ എന്ന് പറഞ്ഞു. ശരണത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ശരണത്തോടു കൂടിയുള്ള ഈ പ്രാർത്ഥനയുടെ ഒരു വശം ആണ് നമ്മൾ കൂടുതൽ കേൾക്കുക. പൂർണ്ണമായി ശരണം വെച്ചുകൊണ്ട് നടക്കുമെന്ന് ശരണം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രാർത്ഥന നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. എന്തായാലും പ്രാർത്ഥനയുടെ പഴയ നിയമത്തിലെ ചില പ്രതീകങ്ങൾ അച്ഛൻ പ്രേക്ഷകർക്കായിട്ട് വളരെ നന്നായി വിശദീകരിച്ചു. അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. ക്രൈസ്തവ പ്രാർത്ഥനയുടെ പഴയ നിയമരൂപങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. സാമുവൽ, ദാവീദ്, അതുപോലെ തന്നെ സോളമൻ, ഏലിയ പ്രവാചകനെ കുറിച്ചൊക്കെ അച്ഛൻ വിശദീകരിച്ചത്. കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.